പ്രിയപ്പെട്ടവരെ, ഇത്തവണ മറുനാടൻ വിശേഷങ്ങളുമായി നാടോടി കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാരായണൻ കുട്ടമത്ത്. ആകാശത്ത് സപ്തവർണ്ണാഞ്ചിതമായ വാർമഴവില്ലിനെ പോലെ ഭൂമിയിൽ വർണ്ണ പകർച്ചകളിലൂടെ നിറച്ചാർത്തൊരുക്കുന്ന പ്രകൃതി കാണണമെങ്കിൽ ശിശിരകാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് ചെല്ലണം. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് എന്നിവയ്ക്ക് പുറമെ നോർഡിക് രാജ്യങ്ങളിൽപ്പെട്ട ഫിൻലാൻഡ് കൂടി ഉൾപ്പെടുത്തിയതായിരുന്നു ഞങ്ങളുടെ യാത്ര. യൂറോപ്പിൻ്റെ വടക്ക്, ഉത്തരധ്രുവത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നവയാണ് ഈ രാജ്യങ്ങൾ. അടുത്ത ഏതാനും ചില വീഡിയോകളിൽ ഇവിടുത്തെ ചില പ്രധാന സ്ഥലങ്ങൾ നമുക്ക് കാണാം. കൊച്ചിയിൽ നിന്നും ദോഹയിലെത്തി അവിടെ നിന്നും നേരെ ഫിൻലൻഡിൻ്റെ തലസ്ഥാനമായ ഹെൽസിങ്കിയിലെത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ കൊച്ചിയിൽ നിന്നുള്ള വിമാനം ദോഹയിലെത്താൻ വൈകിയത് കാരണം അവിടെ നിന്നും ഹെൽസിങ്കിയിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് മിസ്സായി. എങ്കിലും ടൂർ മാനേജറായ ഹരിപ്രസാദിൻ്റെ സമർത്ഥമായ ഇടപെടലുകളിലൂടെ ഞങ്ങൾ ദോഹയിൽ നിന്നും നേരെ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലേക്ക് തിരിച്ചു. അത് കാരണം ഫ്രാങ്ക്ഫർട്ടിൽ വെച്ച് ഐൻസ്റ്റീനോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാനും കഴിഞ്ഞു. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ഹെൽസിങ്കിയിലേക്കുള്ള ഫ്ലൈറ്റ് ടെർമിനലിലേക്കുള്ള യാത്രയാണിത്. അങ്ങനെ ഞങ്ങൾ ദോഹ ഫ്രാങ്ക്ഫർട്ട് വഴി ഹെൽസിങ്കിയിലെത്തി. ഹെൽസിങ്കി എയർപോർട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ടൂർ ടീം. ഹെൽസിങ്കിയിൽ ഈ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇത് ഹെൽസിങ്കിയുടെ ഹൃദയഭാഗത്തുള്ള ഫിൻലാൻഡിയ ഹാൾ. ഇതാണ് ഫിൻലാൻഡിൻ്റെ പാർലമെൻറ്റ് മന്ദിരം. ഇതിനരികത്താണ് ഊടി എന്ന പേരിൽ പ്രശസ്തമായ ഈ സെൻട്രൽ ലൈബ്രറി. ഇത് അറ്റേനിയം ആർട്ട് മ്യൂസിയം. ഇത് ഹെൽസിങ്കി കത്തീഡ്രൽ. സാർ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ രണ്ടാമൻ്റെ പ്രതിമ ഈ കത്തീഡ്രലിന് മുമ്പിൽ കാണാം. ഫിൻലാൻഡിലെ പ്രശസ്ത സംഗീത സംവിധായകനായ ജീൻ സെബലിയസിൻ്റെ ഓർമ്മയ്ക്കായി ഏലിയ ഹിൽറ്റൂനൻ എന്ന ഡിസൈനർ 1967 നിർമ്മിച്ച സെബലിയസ് സ്മാരകമാണിത്. 600 ഹോളോ സ്റ്റീൽ പൈപ്പുകൾ കൊണ്ട് മ്യൂസിക് ഓർഗൻ്റെ ആകൃതിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. പലതരം നിറങ്ങളിലുള്ള ഇലകളുമായി ചുറ്റിലും നിൽക്കുന്ന മരങ്ങൾ ഈ സ്മാരകത്തിന് മനോഹരമായ പശ്ചാത്തലമൊരുക്കുന്നു. ആ പ്രകൃതിയുടെ മാസ്മരികതയിൽ മയങ്ങിപ്പോയ ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്നും മടങ്ങുമ്പോൾ ഇതിലും വലുത് വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ഒരു ക്യാൻവാസിൽ വരച്ച വർണ്ണചിത്രം പോലെ പ്രകൃതി അവിടെ പൂത്തുനിന്നു. ഇനി ഫിൻലൻഡിൻ്റെ തലസ്ഥാനമായ ഹെൽസിങ്കിയിൽ നിന്നും സ്വീഡൻ്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലേക്ക് ഒരു കപ്പൽ യാത്രയാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.